ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ വരെ നടക്കുന്നത് ഇറാനെതിരെയുള്ള സംഘടിത നീക്കങ്ങളാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തുന്ന നീക്കങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പിന്തുണ നൽകി. ആരൊക്കെ എതിരെ നിന്നാലും ഒറ്റപ്പെടുത്തിയാലും തളരില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇറാൻ മുന്നോട്ടു പോകുന്നത്. സുരക്ഷാ കൗൺസിലിന്റെ ഏകപക്ഷീയമായ തീരുമാനത്തിനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ വെച്ച് തന്നെ ചുട്ട മറുപടി കൊടുത്തിരിക്കുകയാണ് ഇറാൻ പ്രതിനിധി അമീർ സായിദ് ഇറവാനി. UN സുരക്ഷാ സഭയെ വരെ പ്രകമ്പനം കൊള്ളിച്ച അദ്ദേഹത്തിന്റെ പ്രസംഗം ഇതിനോടകം തന്നെ ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. സഭയുടെ വിശ്വാസ്യതയ്ക്കും അന്തസ്സിനുമേറ്റ വലിയൊരു മുറിവാണ് ഈ തീരുമാനമെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ചില രാജ്യങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു വേദിയായി സുരക്ഷാ കൗൺസിൽ അധപ്പതിച്ചു എന്നുകൂടി പറഞ്ഞപ്പോഴും സുരക്ഷാംഗങ്ങൾ ഒരക്ഷരം പോലും ഉരിയാടാതെ തല താഴ്ത്തിയിരിക്കുകയാണ് ഉണ്ടായത്. ഇറാനെതിരെ നേരിട്ട് യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്ക തന്നെ സഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഈ പ്രമേയത്തിന് ചുക്കാൻ പിടിക്കുന്നത് നീതിയുടെ സകല മാനദണ്ഡങ്ങളെയും തകർക്കുന്നതാണെന്നും ഇറാൻ വക്താവ് പരിഹസിച്ചു. ഈ പ്രമേയം വഴി ഇസ്രായേലിനും അമേരിക്കയ്ക്കും കൂടുതൽ ക്രൂരതകൾ ഇറാൻ ജനതയ്ക്കെതിരെ തുടരാനുള്ള അനുവാദമാണ് സഭ നൽകുന്നതെന്നതാണ് ഇറാന്റെ ഏറ്റവും വലിയ ആരോപണം. യഥാർത്ഥ വസ്തുതകളെ വളച്ചൊടിക്കുകയും ലോകത്തിനു മുന്നിൽ ഇറാനെ ഒരു അക്രമി രാജ്യമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഈ പ്രമേയം തികച്ചും ഏകപക്ഷീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണങ്ങളാണ് ഇപ്പോഴത്തെ എല്ലാ സംഘർഷങ്ങൾക്കും തുടക്കമിട്ടത്. ഇറാന്റെ പരമോന്നത നേതാവിനെ വധിക്കാൻ നടത്തിയ ഹീനമായ ഗൂഢാലോചനയും അതിനെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സൈനിക നീക്കങ്ങളും സഭ ബോധപൂർവം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ യുദ്ധത്തിൽ ഇതുവരെ 1348 നിരപരാധികളായ സാധാരണക്കാർ കൊല്ലപ്പെട്ടു. അതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. 17,000-ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും രാജ്യത്തെ 20,000-ഓളം സിവിലിയൻ കേന്ദ്രങ്ങൾ തകരുകയും ചെയ്തു. മിനാബിലെ 170 സ്കൂൾ കുട്ടികളെ ഇസ്രായേൽ സൈന്യം ബോംബ് വർഷത്തിലൂടെ കൊലപ്പെടുത്തിയെന്നത് ഒരിക്കലും പൊറുക്കാനാവാത്ത കുറ്റമാണെന്നും അദ്ദേഹം സഭയിൽ പറഞ്ഞു. ഈ ക്രൂരത ചെയ്തവർ തന്നെ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ വിരോധാഭാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ 16,000-ത്തിലധികം വീടുകളും നിരവധി ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അമേരിക്കൻ സഖ്യകക്ഷികളുടെ ആക്രമണത്തിൽ തകർന്നു. റെഡ് ക്രസന്റ് പോലെയുള്ള ജീവകാരുണ്യ സംഘടനകളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ പോലും ബോംബാക്രമണം ഉണ്ടായതായി ഇറാൻ പ്രതിനിധി തെളിവുകൾ സഹിതം സഭയെ അറിയിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നത് യുദ്ധക്കുറ്റമാണെന്നും ഇതിന് അമേരിക്കയും ഇസ്രായേലും മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഈ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം പരസ്യമായി ഏറ്റെടുത്തിട്ടും അവർക്കെതിരെ നടപടിയെടുക്കാൻ സഭയ്ക്ക് ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചോദിച്ചു. റഷ്യയും ചൈനയും ഇറാന് പിന്തുണയുമായി എത്തിയപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വാഷിംഗ്ടണിൽ നിന്നുള്ള ഉത്തരവുകൾ ശിരസാവഹിക്കുന്ന വെറും കളിപ്പാവകളായി മാറിയെന്ന് അദ്ദേഹം പരിഹസിച്ചു. തന്റെ രാജ്യത്തിന്റെ പരമാധികാരവും അതിർത്തിയും സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ഓരോ സൈനിക നീക്കവും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിലെ 51-ാം അനുച്ഛേദത്തിനും അനുസൃതമാണെന്ന് വക്താവ് വ്യക്തമാക്കി. സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ലോകത്തെ എല്ലാ പരമാധികാര രാജ്യങ്ങൾക്കുമുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക താവളങ്ങളെ മാത്രമാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നത്. സാധാരണക്കാരുടെ ജീവന് ഒരു തരത്തിലുള്ള അപകടവും ഉണ്ടാകാതിരിക്കാൻ ഇറാൻ സൈന്യം ശ്രദ്ധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അയൽരാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിക്കുന്ന നയമാണ് ഇറാൻ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ അമേരിക്കൻ സൈന്യം മറ്റ് രാജ്യങ്ങളുടെ മണ്ണുപയോഗിച്ച് ഇറാനെ ആക്രമിക്കുമ്പോൾ അതിനെതിരെ തിരിച്ചടിക്കാൻ ഇറാൻ ബാധ്യസ്ഥരാണ്. ഇത് അയൽ രാജ്യങ്ങളോടുള്ള ശത്രുതയല്ല, മറിച്ച് ആക്രമിക്ക് നൽകുന്ന കൃത്യമായ മറുപടിയാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളുമായി ഇറാനുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധം ആർക്കും തകർക്കാൻ കഴിയില്ല. ഈ താൽക്കാലിക സംഘർഷങ്ങൾ അവസാനിക്കുമ്പോൾ മേഖലയിലെ രാജ്യങ്ങൾ വീണ്ടും സഹകരണത്തിന്റെ പാതയിലേക്ക് മടങ്ങുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും സമുദ്ര ഗതാഗത സ്വാതന്ത്ര്യത്തെ ഇറാൻ എപ്പോഴും ബഹുമാനിക്കുന്നുണ്ടെന്നും അദ്ദേഹം സഭയിൽ വ്യക്തമാക്കി. എന്നാൽ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഘട്ടത്തിൽ ഏത് കടുത്ത തീരുമാനവും എടുക്കാൻ ഇറാൻ മടിക്കില്ല എന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. ഈ രക്തരൂഷിതമായ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇസ്രായേലിനെയും നിർബന്ധിക്കണമെന്നും സഭയെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന ഈ പ്രമേയത്തെ തള്ളിക്കളയണമെന്നുമുള്ള ആവശ്യമാണ് അദ്ദേഹം സഭയ്ക്ക് മുൻപിൽ വെച്ചത്. ഐക്യരാഷ്ട്രസഭ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ഇറാന് പിന്തുണ നൽകുന്ന കമന്റുകളാണ് വീഡിയോയ്ക്ക് കീഴിൽ വന്നിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ നടപടിയെ അപലപിച്ചുകൊണ്ട് നിരവധി ആളുകൾ മുൻപോട്ട് വന്നിട്ടുണ്ട്. ഇറാനെതിരെ സംയുക്താക്രമണം നടത്തിയപ്പോഴും പിഞ്ചു കുഞ്ഞുങ്ങളടക്കം മരണപ്പെട്ടപ്പോഴും UN നിശബ്ദത പാലിച്ചതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ആക്ഷേപമുയർന്നിരുന്നു. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന യുദ്ധത്തിൽ UNന്റെ നിശബ്ദ സമ്മതവും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.